മൂപ്പുള്ള ആളാണ്. അത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ പറയുന്നത് മോശമാണ്. അതുകൊണ്ട് അവരെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയും അയാളുടെ പെങ്ങളും അയാളുടെ മകളും ഒക്കെ എങ്ങനെ താമസിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വെള്ളം അങ്ങോട്ട് കേറി നിന്നോ, ഈ കേറിയിട്ട് ഇറങ്ങിയിട്ടെങ്കിൽ വെള്ളം കാലുമ്പോ വെള്ളം ഉറപ്പാ. ഇറ്റ്സ് മീ ഡാനി. അപ്പോൾ ഇന്നൊരു ടോപ്പിക് അതായത് കണ്ടതാണ്, നമ്മുടെ കൈസേട്ടൻ്റെ അക്കൗണ്ടിൽ കൂടെ കണ്ടതാണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ വേറൊരു വേഷം വീഡിയോ കണ്ടതാണ്. അപ്പോൾ എന്തോ എല്ലാവരും സംസാരിക്കുന്നു, ഞാനൊന്ന് സംസാരിച്ചേക്കാന്ന് കരുതി. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ റെഹൻ ടോക്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ മാത്രമല്ല, അവർക്ക് ഫേസ്ബുക്കും ഉണ്ട്. അപ്പം യൂട്യൂബ് ഇടുന്ന ചില വീഡിയോകളൊന്നും അങ്ങനെ വൈറലാവണമെന്നൊന്നുമില്ല. പക്ഷെ ഫേസ്ബുക്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് 4 ലക്ഷത്തോളം വ്യൂ ഉണ്ട്. സംഭവം എന്താന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ വാതിൽക്കൂടെ തോട്ടിൽ കൂടെ വെള്ളം ഒഴുകി. ഈ വെള്ളം ഒഴുകുക എന്ന് പറഞ്ഞാൽ ഈ അറിയാലോ, നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ രാത്രിയിലും കാലങ്ങളൊക്കെ രാവിലെ എണീക്കുമ്പോൾ മൊത്തം വെള്ളം മുങ്ങിയിരിക്കുന്ന പോലെ വരണ്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് വെള്ളം ഒഴുകി വരുമെന്ന്. അപ്പോൾ അവരതെടുത്ത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ കയറി കയറി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 4 ലക്ഷത്തോളം വ്യൂവും കാര്യങ്ങളും 3,80,000 കണ്ട് വ്യൂ കണ്ടുണ്ടായി. അതിൻ്റെ ഇടയിലെ കമൻസ് ആണ് എന്താ പറയണ്ടേ, യൂട്യൂബും ഫേസ്ബുക്കും കൊണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് രണ്ടിടത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ യൂട്യൂബിൽ പോസിറ്റീവ് ആണെങ്കിൽ ഫേസ്ബുക്കിൽ നെഗറ്റീവ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കമൻറ്റ്, ശരി മോശമായിട്ടുള്ളൊരു കമൻറ്റ്. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വെള്ളം അങ്ങോട്ട് കേറി നിന്നോ, ഈ കേറിയിട്ട് ഇറങ്ങിയിട്ടെങ്കിൽ വെള്ളം കാലുമ്പോ വെള്ളം ഉറപ്പാ. ആദ്യത്തെ വെള്ളമാണ് കേട്ടാ, ചെളിവെള്ളാണ്. ഇവിടെ വെള്ളം വരുന്ന കാഴ്ചയാണിത്. അതൊക്കെ, പക്ഷെ എന്നാലും ഇത്ര വെള്ളം വരാനൊക്കെ മഴ ഇതാ മഴ ഇതുണ്ടാവൂലേ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു കാഴ്ച കണ്ടു. നിങ്ങളെ കണ്ടിണ്ടാ? വെള്ളം വരട്ടെ കണ്ടാ, അവിടെ ഒന്നും വെള്ളമില്ലാത്ത പ്രദേശത്തോടാ വെള്ളം വറ്റി പോയതാ. വേനലായപ്പോഴേ നമുക്ക് അപ്പുറം പോയി നോക്കാം കേട്ടാ. ആ തോടാണ് ഈ കാണുന്നത്. വേണ്ടാ, വരണ്ട് കിടക്കുന്ന തോട്, അവിടേക്ക് വെള്ളം വരിക. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് കുറേ കമൻസ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസും ഡബിൾ മീനിങ് കമൻസും ഒക്കെ ഉണ്ട്. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവർക്ക് നല്ല പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അവർ നിൽക്കുന്നത്, പക്ഷേ വീടിനകത്തുള്ളവിടെയും തോടിൻ്റെ അവിടെ ഒന്നും വൃത്തിയില്ല, അങ്ങനെയുള്ള കമൻസ്. അതൊന്നും പോട്ടെ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്. അത് പറയുന്നത്, നീ മലർന്ന് കിടക്ക്, എന്താ വെള്ളം വരുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം കമൻ്റ് ഇട്ടത്. അതിന് ഈ ചേച്ചി ആ അക്കൗണ്ട് തെരഞ്ഞു പിടിച്ചിട്ട് എന്താ പറയുക, അയാളുടെ പ്രൊഫൈലും കാര്യങ്ങളും എടുത്ത് സെർച്ച് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചു തരാം. കണ്ടപ്പോ ഞാൻ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് വെള്ളത്തിലുള്ള മനോഹരമാണ് നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ പോസ്റ്റിൽ എനിക്ക് നെഗറ്റീവ് കമന്റ് ഒന്നും ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷെ സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പബ്ലിക് ആയിട്ട് വളരെ പേര് കമന്റ് ഇട്ടപ്പോ അതാണ് എന്നെ ആശങ്കപ്പെട്ടത്. ഞാൻ അയാളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത സമയത്ത് അതിൽ അയാളുടെ ഉമ്മയാണ് തോന്നുന്നത്. പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, അതുപോലെ മുനവറിന്റെ തങ്ങളുണ്ട്, അതുപോലെ CS സെന്ററിന്റെ പിക്ചർ ഉണ്ട്, അതുപോലെ ലീഗിന്റെ കൊടി, ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ അവളെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ അയാളുടെ ഉമ്മാനെ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു പ്രായമായിട്ടുള്ള ആൾക്കാർ എനിക്ക് ഉമ്മമാക്കൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അയാളുടെ ഫോട്ടോ കണ്ട സമയത്ത് എന്തായാലും 19 വയസ്സ് അയാൾക്കുണ്ട്. അപ്പൊ അയാളുടെ ഉമ്മ അയാൾക്ക് എന്തായാലും ഒരു 10-20 വയസ്സിന് മൂപ്പുള്ള ആളാണ്. അത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ നമ്മൾ പറയുന്നത് മോശമാണ്. അതുകൊണ്ട് അവരെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും കാലം അയാളുള്ള ആ വീട്ടിൽ അയാളുടെ ഉമ്മയും അയാളുടെ പെങ്ങളും അയാളുടെ മകളും ഒക്കെ എങ്ങനെ താമസിച്ചു, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴാണ്
എനിക്ക് പേടി തോന്നുന്നത്. ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വൾഗറായിട്ട് ഒരു കമന്റ് ചെയ്യാൻ ആൾക്ക് എങ്ങനെ ധൈര്യം വന്നെന്നുള്ളതാണ്. അത് സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ കമന്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ജനം അറിയണം, മറ്റുള്ളവർ അറിയണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടും വീട്ടിലുള്ള സ്ത്രീകളോടും ഒക്കെ ഇതേ മനോഭാവം തന്നെ വെച്ചു പുലർത്തുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇയാളുടെ കുടുംബത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട്, ഇയാളുടെ വീട്ടിലുള്ള ആൾക്കാരോടും കൂടിയിട്ടാണ്. കാരണം നിങ്ങളൊക്കെ സ്ത്രീകളായിട്ടുള്ള ഇയാളുടെ ഇടപഴകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം എല്ലാ ആൾക്കാരോടും ഇയാള് ഇപ്പൊ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാൻ ഇയാൾക്ക് ഒരു മടിയും ഇല്ല എന്നുണ്ടെങ്കിൽ അതും സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് അവരുടെ മറുപടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ മൈൻഡൊക്കെ കൊണ്ട് നടക്കുന്നവന്മാരുടെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെ ഈ സമൂഹത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം പ്രൊഫൈലിലൊക്കെ വന്നിട്ട് ഇതുപോലെ കമൻറ്റ് ഇടുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവനൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ? ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള കുറേ ടീംസുകളുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം അവരുടെ ദൈവം കൺകെട്ട ദൈവം അങ്ങനെയൊക്കെ ഇപ്പം കഥകൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ആ കഥ പറയുവാണെങ്കിൽ പലർക്കും കത്തും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അത് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയുള്ള അവരൊക്കെ അടുപ്പിക്കാതിരിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം ഇപ്പം ഞാൻ ഫേസ്ബുക്കിൻ്റെ കാര്യം യൂട്യൂബിൻ്റെയും കാര്യം സംസാരിച്ചില്ലേ. ഒരു വീഡിയോ എന്നെ രണ്ടിടത്തിടുവാണെങ്കിൽ രണ്ട് അഭിപ്രായമാണ്. എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫേസ്ബുക്കിലെല്ലാം ഇച്ചിരി ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് കൂടുതൽ. ഞാൻ ആരും കുറ്റപ്പെടുത്തുമെന്നല്ല കേട്ടോ. പക്ഷെ അവരുടെ മിക്ക ആൾക്കാരും നെഗറ്റീവ് കമൻസ് ഇടുന്ന കുറേ ടീംസുകളുണ്ട്. അവർ പഴയ ചിന്താഗതികളും വെച്ചിട്ടൊക്കെ ചിലരൊക്കെ ഓപ്പണായിട്ട് അങ്ങ് സംസാരിക്കും, അത്ര വൃത്തികേടായിട്ടാണ്. അതൊക്കെ മാറണം കേട്ടോ. മാറിയില്ലെങ്കിൽ ആൾക്കാരെടുത്തിട്ട് ഇതുപോലെ എടുത്ത് റിയാക്ട് ചെയ്യും. വീട്ടിൽ പെൺമക്കളോ ഒക്കെ കാണുവാണെങ്കിൽ അവരുടെയൊക്കെ സിറ്റുവേഷനൊക്കെ ഒന്ന് ആലോചിക്കണം. പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ആൾക്കാർ പുച്ഛത്തോടെ നോക്കത്തുള്ളൂ. ഇപ്പോഴും അവരുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നീ പുട്ടിയൊക്കെ ഇട്ടുണ്ടല്ലേ വന്നത്, നീ നിൻ്റെ മുഖം എന്താ പറയുക വെള്ളം വന്ന സമയത്ത് ഒന്ന് കഴുകാൻ വയ്യായിരുന്നോ, അങ്ങനെയുള്ള അത് പോട്ടെ. അല്ലാതെയും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫേക്ക് ഐഡീസ് ആണ് കൂടുതലും വരുന്നത്. എന്തായാലും എന്താ പറയണ്ടേ, ഫേസ്ബുക്ക് ഇച്ചിരി യൂസ് ചെയ്യുന്നവരുടെയൊക്കെ കമൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുറേയൊക്കെ എന്താ പറയണ്ടേ മാറി ചിന്തിക്കണം. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഇപ്പോഴത്തെ പിള്ളേർ ചില സമയത്ത് എന്താ പറയണ്ടേ ഇതിനേക്കാളും ഭേദമാണല്ലോ ഒന്ന് ആലോചിക്കും. ഈ പഴയ ആൾക്കാരെന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ആലോചിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഓക്കെ ഗൈസ്, ലവ് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ബൈ.